നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വയനാടിനായി കൈകോർത്ത് കോട്ടയവും. സംഭരണ കേന്ദ്രം കോട്ടയം ബസേലിയസ് കോളേജിൽ തുടങ്ങി. അവശ്യവസ്തുക്കളെല്ലാം വാങ്ങി നൽകാം. ഏറ്റുമാനൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ്. കോട്ടയത്ത് ജനാധിപത്യ സഹകരണ മുന്നണിയുടെ കൺവെൻഷൻ. സഹകരണ മേഖലയെ തകർക്കുന്ന ഇടത് യൂണിയൻ നയം മനസ്സിലാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. മുൻ ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ ഓർമ്മകൾക്ക് 60 വയസ്സ്. കോട്ടയത്ത് അനുസ്മരണം. വാർത്തകൾ വിശദമായി. വയനാടിനായി സസ്നേഹം കോട്ടയം ഒരുക്കി ജില്ലാ ഭരണകൂടം. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം ബസേലിയസ് കോളേജിൽ സംഭരണ കേന്ദ്രം ആരംഭിച്ചു. സഹായം എത്തിക്കാൻ താൽപര്യമുള്ളവർക്ക് കോട്ടയം കളക്ടറേറ്റിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. വയനാട് ദുരന്തത്തിനിരയായ സഹജീവികൾക്ക് സ്നേഹത്തിന്റെ സഹായഹസ്തവുമായി കോട്ടയവും. ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായം എത്തിക്കുന്നതിനായി കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ സംഭരിക്കുന്നതിനായി ബസേലിയസ് കോളേജിൽ സ്വീകരണ കേന്ദ്രം പ്രവർത്തനം തുടങ്ങി. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള പുതിയ വസ്ത്രങ്ങൾ, കമ്പിളി വസ്ത്രങ്ങൾ, പുതപ്പുകൾ, അടിവസ്ത്രങ്ങൾ, ടവലുകൾ, വിവിധ അളവിലുള്ള ചെരുപ്പുകൾ, പേസ്റ്റ്, ബ്രഷ്, ടങ് ക്ലീനർ, സോപ്പ്, മഗ്, ബക്കറ്റ്, ബെഡ്ഷീറ്റ്, പായ, സാനിറ്ററി പാഡുകൾ, അരി, പയർ, പലവ്യഞ്ജനങ്ങൾ, വെളിച്ചെണ്ണ എന്നിവ നൽകാവുന്നതാണ്. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ കേന്ദ്രം പ്രവർത്തിക്കും. ദുരിതബാധിതർക്ക് സഹായമെത്തിക്കാൻ താൽപര്യമുള്ള വ്യക്തികൾ, സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവർക്ക് കളക്ടറേറ്റിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ്. സഹായം നൽകാൻ താൽപര്യമുള്ളവർ 9188610017 9446562236 എന്നീ കൺട്രോൾ റൂം നമ്പറുകളിൽ ബന്ധപ്പെടണം. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഏറ്റുമാനൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനാധിപത്യ സഹകരണ മുന്നണി പാനലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോട്ടയത്ത് നടന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 5 നടക്കുന്ന ഏറ്റുമാനൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് പിന്തുണയ്ക്കുന്ന ജനാധിപത്യ സഹകരണ മുന്നണി പാനലിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കോട്ടയത്ത് നടന്നു. ബാങ്ക് എംപ്ലോയീസ് ഹാളിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയെ തകർക്കുന്ന ഇടത് യൂണിയൻ നയം ജീവനക്കാർ മനസ്സിലാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ആരും കൃത്യം നോക്കിയിട്ടില്ല. കൈവള്ളിയിലെ ഒരു ബാങ്കിന്റെ പൂർണ്ണമായ തകർച്ച വന്നപ്പോഴാണ് ഇത്രയും ഭീമമായ തുക സഹകരണ പ്രസ്ഥാനത്തിനകത്ത് വന്നപ്പെടുന്നുണ്ടല്ലോ എന്ന് നമ്മൾ തന്നെ അന്തിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ ചെയ്തത് എന്താണ്? സഹകരണ പ്രസ്ഥാനത്തിന്റെ പണമെന്ന് പറയുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ പണം തന്നെയാണ്. അവർക്ക് കിട്ടുന്ന പണം സ്വതന്ത്രമായും ഭയരഹിതമായും വിനിയോഗിക്കുന്നതിന് വേണ്ടി അവർ നാട്ടുപുറത്ത് കണ്ടിട്ടുള്ള ഒരു ധനകാര്യ സ്ഥാപനമാണ് സഹകരണ പ്രസ്ഥാനം, സഹകരണ ബാങ്കുകൾ. പക്ഷെ ബാങ്കുകളുടെ സ്ഥിതി ഏതാ ദയനീയമാണ് എന്ന് നിങ്ങൾക്കറിയാം. പരമദയനീയമായി പോവുകയാണ്. സ്വാഗത സംഘം ചെയർമാൻ തുറവൂർ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് സംസ്ഥാന രക്ഷാധികാരി G. ബൈജു, സംസ്ഥാന പ്രസിഡന്റ് ബിജു വി. നാഥ്, കോട്ടയം DCC വൈസ് പ്രസിഡന്റ് TDEF കോട്ടയം ഗ്രൂപ്പ് രക്ഷാധികാരി അഡ്വക്കേറ്റ് ഗോപകുമാർ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അനിൽ കാട്ടാക്കട, നെയ്യാറ്റിങ്കര, പ്രവീൺ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മുൻ ആഭ്യന്തരമന്ത്രി PT ചാക്കോ വിടവാങ്ങിയിട്ട് 60 ആണ്ട്. കോട്ടയത്ത് അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടന്നു. മുൻ ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ 60ാം ചരമവാർഷികം ആചരിച്ചു. കോട്ടയത്ത് അദ്ദേഹത്തിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടന്നു. കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ PJ ജോസഫ് പുഷ്പാർച്ചന നടത്തി. കേരളം കണ്ടതിൽ ഏറ്റവും പ്രഗത്ഭന്മാരായ രാഷ്ട്രീയ നേതാവായിരുന്നു PT ചാക്കോ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വർക്കിംഗ് ചെയർമാൻ PC തോമസ്, സെക്രട്ടറി ജനറൽ ജോയി എബ്രഹാം X, ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ, ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, അഹമ്മദ് തോട്ടത്തിൽ, തോമസ് കണ്ണന്തറ, പ്രിൻസ് ലൂക്കോസ്, AK ജോസഫ്, VJ ലാലി, ജോണി ആരിക്കാട്ടിൽ, തോമസ് കുറ്റിശ്ശേരി, CD വത്സപ്പൻ, ജോർജ് പുളിങ്ങാടൻ, ബിനു ചെങ്ങളം, എബി പൊന്നാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീടുകൾ നഷ്ടമായ 2 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങുകയാണ് പാറത്തോട് ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ. ഇതിനായി കൽപ്പറ്റയിൽ 10 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി.
വയനാട്ടിൽ ജീവിതവും വീടും സ്വത്തും നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യവുമായി പാറത്തോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 വീടുകൾ നിർമ്മിച്ചു നൽകും. ഇതിനായി 10 സെന്റ് സ്ഥലം കൽപ്പറ്റയിൽ വാങ്ങി 800 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം അടങ്ങുന്ന വീടുകളാണ് നിർമ്മിക്കുന്നത്. സഹായധനം കൈമാറാൻ ആഗ്രഹിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തവും പ്രതീക്ഷിക്കുന്നതായി അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വയനാട് എല്ലാ പ്രതീക്ഷകളെയും തച്ച് തകർക്കുന്ന രീതിയിലുള്ള കരളലിയിപ്പിക്കുന്ന രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഏതാണ്ട് 200-ലധികം ആൾക്കാർ മണ്ണിനടിയിലായി. എവിടെയെന്നറിയാതെ 100-ലധികം ആൾക്കാരെ വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ ഇവരോടൊപ്പം ചേരുകയാണ്. ഇവരുടെ പ്രയാസത്തിലും ഇവരുടെ ദുരിതത്തിലും എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു ആശയ രൂപീകരണത്തിന് വേണ്ടി ഞങ്ങൾ ഒത്തുകൂടിയപ്പോൾ 2 ഭവനങ്ങൾ വീടില്ലാത്തവർക്ക് അർഹർക്ക് നൽകാൻ ഒരു തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതിൽ സന്നദ്ധ സംഘങ്ങളുടെയും മറ്റുള്ള പൊതുജനങ്ങളുടെയും അഗൈതവുമായ സഹകരണവും പിന്തുണയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാഞ്ഞിരപ്പള്ളിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രീൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി പാടിക്കൽ, സെക്രട്ടറി നാസർ മുണ്ടക്കയം, ട്രഷറർ PH ഷംസുദ്ദീൻ, വൈസ് പ്രസിഡന്റ് അബ്ദുൽ കരീം, പ്രിയ ബിനോയ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വാഴൂർ 15-ാം മൈൽ വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പുരാവസ്തുക്കളുടെ പ്രദർശനം കൗതുക കാഴ്ചയായി. സ്കൂളിലെ സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രദർശനം. പഴമയെ തിരികെ കൊണ്ടുവന്ന് വാഴൂർ 15-ാം മൈൽ വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുതുതലമുറയെ പഴമയുടെ മാധുര്യം നുണയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാനികേതൻ സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുരാവസ്തു പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചത്. കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നതും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ചതുമായ നിരവധി വസ്തുക്കൾ പ്രദർശിപ്പിച്ചു. പഴയകാല മൺപാത്രങ്ങൾ, ഉരുളുകൾ, അരകല്ലുകൾ, അമ്മിക്കല്ലുകൾ, പഴയകാല വിളക്കുകൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ, ഹാർമോണിയം എന്നിങ്ങനെ നിരവധി സാധനങ്ങൾ പ്രദർശിപ്പിച്ചു. കൂടാതെ കുട്ടികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കളും പ്രദർശനത്തിന് മാറ്റുകൂട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ ജിനി സുരേഷ്, PTA പ്രസിഡന്റ് ശ്രീ സുനിൽ മണലുങ്കൽ എന്നിവർ നേതൃത്വം നൽകി. തങ്ങളുടെ പഴമയെ തിരിച്ചറിയാൻ ഈ പ്രദർശനത്തിലൂടെ കഴിഞ്ഞുവെന്ന് കുട്ടികൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യത്താൽ പൊറുതിമുട്ടി ഭരണങ്ങാനം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങൾ. പുല്ല് മുതൽ തെങ്ങ് വരെയുള്ളവ ഇവ തിന്നു തീർക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഒച്ചിനെ നശിപ്പിക്കുന്നതിനുള്ള മാർഗം കൃഷി ഓഫീസർ നാട്ടുകാർക്കായി വിവരിച്ചു നൽകി. മേരിഗിരി, തറപ്പേൽക്കടവ്, ഭരണങ്ങാനം, ഇടപ്പാടി, അയ്യമ്പാറ, ഉള്ളനാട്, കിഴപറയാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ആഫ്രിക്കൻ ഒച്ചുകൾ വ്യാപകമായത്. പുല്ല് മുതൽ തെങ്ങ് വരെയുള്ളതെല്ലാം തിന്നു തീർക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. കപ്പ, വാഴ, കമുക്, ചെടികൾ, പച്ചക്കറികൾ, ചേന തുടങ്ങിയ കൃഷികൾ തിന്നു നശിപ്പിച്ചു. കമുക് ഉൾപ്പെടെയുള്ളവയുടെ ചുവട്ടിലെ തണ്ടും തിന്നുന്നുണ്ട്. തെങ്ങിന്റെ ഓലകളും കൂമ്പും നശിപ്പിക്കുന്നു. കാന്താരിമുളക് ചെടി മുതൽ കപ്പളം പോലുള്ള കറയുള്ള ചെറുമരങ്ങൾ വരെ ആഫ്രിക്കൻ ഒച്ചിന് ഭക്ഷണമാവുന്നു. പുരയിടത്തിൽ ഉപ്പ് വിതറുമ്പോൾ ഇവ ചത്തുപോകുന്നുണ്ട്. എന്നാൽ ദിവസേന 5 പാക്കറ്റ് വരെ ഉപ്പുപൊടി വിതറി ചത്ത ഒച്ചിനെ പെറുക്കിക്കൂട്ടി കളയുമ്പോഴേക്കും വീണ്ടും പെരുകുന്നു. ഉപ്പ് വിതറുമ്പോൾ ഒച്ചിന്റെ ശരീരത്തിൽ നിന്ന് തെറിക്കുന്ന വെള്ളം ആളുകളുടെ ദേഹത്ത് വീണ് ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും ഉണ്ടാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. വളർച്ചയെത്തിയ ഒച്ച് 300 ഗ്രാം വരെയുണ്ട്. വലിയ തവളയുടെ വലുപ്പം വരെ ഇവ എത്താറുണ്ട്. മീനച്ചിലാറിനോട് ചേർന്നുള്ള പുരയിടങ്ങളിലാണ് ആദ്യം ഒച്ചിനെ കണ്ടു തുടങ്ങിയത്. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ മറ്റു പുരയിടങ്ങളിലേക്ക് വ്യാപിക്കുകയായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ആഫ്രിക്കൻ ഒച്ചിനെ നശിപ്പിക്കുന്നതിന് കൃഷി ആരോഗ്യ വകുപ്പ് അധികൃതർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായി. അറവക്കുളം വാർഡ് മെമ്പർ റെജി വടക്കേമച്ചേരി കളക്ടർക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും നൽകിയ നിവേദനത്തെ തുടർന്നാണ് പഞ്ചായത്തിൽ യോഗം ചേർന്നത്. വാർഡുകളിൽ അടിയന്തരമായി യോഗങ്ങൾ നടത്തുന്നതിനും കെണി ഒരുക്കുന്നതിനും കെണിയിൽ വന്ന് ചത്ത ഒച്ചിനെ കുഴിച്ചു മൂടുന്നതിനും യോഗം തീരുമാനിച്ചു. ആഫ്രിക്കൻ ഒച്ചുകളെ നിയന്ത്രിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നമുക്ക് പൂർണ്ണ തോതിൽ ഈ പ്രവർത്തനം വിജയിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത 5 ആഴ്ചകളിൽ എല്ലാ ശനിയാഴ്ചകളിലും കെണി വെച്ച് ഇതിനെ പിടിച്ച് കൊന്നുകളയുന്നതിന് വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച പൈസയിൽ നിന്ന് നമ്മളൊരു ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ട്.
അത് മാത്രമല്ല എല്ലാ കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി കോപ്പർ സൾഫേറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കോപ്പർ സൾഫേറ്റും ഗോതമ്പ് പൊടി, ഈസ്റ്റ്, ശർക്കര, ക്യാബേജിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാൻ നാട്ടിൽ സുലഭമായിട്ടുള്ള പപ്പായയുടെ ലീഫ് ഉപയോഗിച്ച് ഒരു കെണി ഉണ്ടാക്കിയിട്ട് നമുക്കിതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാം. നമുക്ക് അടുത്ത ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് അതിനെ അന്ന് കുഴിച്ചിടുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ അടുത്ത 5 ആഴ്ച കൊണ്ട് ഇതിന്റെ നിയന്ത്രണത്തിലാക്കാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. 5 ആഴ്ച കൊണ്ട് പദ്ധതി നടപ്പാക്കും. ഒച്ചുകളെ നശിപ്പിക്കാനുള്ള മാർഗം മീറ്റിംഗിൽ കൃഷി ഓഫീസർ അവതരിപ്പിച്ചു. കപ്പളത്തിന്റെ ഇലയോ ക്യാബേജിന്റെ ഇലയോ എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നനഞ്ഞ ചാക്കിലോ ബെഡ്ഷീറ്റിലോ ഇട്ട് 1/2 കിലോ ഗോതമ്പ് പൊടി, 1/4 കിലോ ശർക്കര, 25 ഗ്രാം ഈസ്റ്റ്, 25 ഗ്രാം തുരിശ എന്നിവ ചേർത്ത് ഇളക്കി ചെറുതായി നനച്ചു വെക്കുക. ഈ മിശ്രിതം കഴിച്ച ഒച്ചുകൾ ചത്തുപോകും. ആലോചന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിസമ്മ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. റെജി വടക്കേമച്ചേരി, ജോസുകുട്ടി അമ്പലമറ്റം, കൃഷി ഓഫീസർ സലീൻ, ഉദ്യോഗസ്ഥരായ അനിൽ ആൽഫിയ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. സാമ്പത്തിക ബാധ്യത പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ച ബജറ്റാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതെന്ന് പ്രമുഖ ധനകാര്യ വിദഗ്ധനും പാലാ സെന്റ് തോമസ് കോളേജ് ഇക്കണോമിക്സ് വിഭാഗം മുൻ മേധാവിയുമായ പ്രൊഫസർ PS മാത്യു പറഞ്ഞു. മധ്യവർഗ നികുതിദായകരെ ബജറ്റിൽ പരമാവധി ഒഴിവാക്കിയതായും അദ്ദേഹം പറഞ്ഞു. സഫലം 55+ നടന്ന കേന്ദ്ര ബജറ്റിനെ പറ്റിയുള്ള ചർച്ച ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. റബ്ബർ തടി, പാഴ്ത്തടി എന്നിവയുടെ നിലവിലുള്ള കൂലിയുടെ 40% വർദ്ധിപ്പിച്ചു തരണമെന്ന് കോട്ടയം ജില്ലയിലെ മുഴുവൻ യൂണിയനുകളും ആവശ്യപ്പെട്ടതിന് പ്രകാരം ഈ മാസം 13-ന് കോട്ടയം ജില്ലാ ലേബർ ഓഫീസിൽ ചർച്ച നടക്കുമെന്ന് വ്യാപാരികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോട്ടയം ജില്ലയിലെ മിക്ക പഞ്ചായത്തുകളിലെയും തൊഴിലാളികൾ ഇഷ്ടാനുസരണം കൂലി വാങ്ങുകയാണെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ഇത് നിയന്ത്രിക്കുന്നത് ഓരോ പഞ്ചായത്തിലെയും പഞ്ചായത്ത് സെക്രട്ടറി, അതായത് ഓരോ യൂണിയന്റെയും തൊഴിലാളിയുടെ സെക്രട്ടറിയാണ് ഈ തൊഴിലാളികളെ പറഞ്ഞു വിടുകയും ഈ തൊഴിലാളികൾ കൂലി മേടിക്കുന്നത്. നമ്മൾ ഈ കൂലി നോട്ടീസ് അവിടെ കാണിച്ചു കഴിഞ്ഞാൽ ആ കൂലി നോട്ടീസിന് യാതൊരു പ്രസക്തിയില്ല. ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് 40% കൂലി വർധനമാണ്. അതായത് 900 രൂപയുള്ള ഒരു ടണ്ണ് തടി കയറ്റുന്നതിന്. ഇപ്പൊ പഴയ സമ്പ്രദായമല്ല. പഴയ സമ്പ്രദായം എന്ന് പറയുന്ന പണിക്കാർ വെട്ടി പണിത് കയറ്റി ലോഡ് കയറ്റുന്ന സമ്പ്രദായമാണ്. അതല്ല ഇപ്പൊ മിഷ്യന്മാള എന്നൊരു ഉപയോഗിച്ച് ഉടമസ്ഥൻ തന്നെ, അതായത് വ്യാപാരി തന്നെ മുറിച്ച് വണ്ടിയുടെ ചുവട്ടിൽ കൊണ്ട് എടുത്തു കഴിയുമ്പോൾ ഈ തടി കയറ്റി ലോഡ് ചെയ്യുക എന്നുള്ള ഒരു പരിപാടി മാത്രമേ ഇപ്പൊ തൊഴിലാളി ചെയ്യുന്നു. അപ്പൊ അത് നമുക്ക് അതുപോലെ തന്നെ ഈ തൊഴിൽ മേഖലകളിൽ ഉണ്ടാകുന്ന സ്തംഭനാവസ്ഥകൾ, ഇവർക്ക് പറയുന്ന കൂലി നമ്മൾ കൊടുക്കാൻ സമ്മതമാണ്. പക്ഷെ നമ്മളെ ഭീഷണിപ്പെടുത്തി ഇല്ലാത്ത കൂലി, അതായത് നമ്മളെ DLOയും യൂണിയൻ നേതാക്കന്മാരുടെ അംഗീകരിച്ച ഒരു കൂലി നോട്ടീസ് കോട്ടയം ജില്ലയിലുണ്ട്. അത് എല്ലാ ജില്ലയിലും, അത് കേരളത്തിലെ 1-ാം നമ്പർ കൂലിയുള്ള ഒരു ജില്ലയാണ് കോട്ടയം ജില്ല. അറിയിപ്പ്. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ജില്ലയിലെ തൊഴിൽ രഹിതരായ 18-നും 55-നും ഇടയിൽ പ്രായമുള്ളവർക്കായി ഓഗസ്റ്റ് 5 മുതൽ ആരംഭിക്കുന്ന 6 ദിവസത്തെ സോപ്പ് പൊടി ലോഷൻ നിർമ്മാണം കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൗജന്യ പരിശീലനത്തിനൊപ്പം ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് 3-ന് മുൻപായി 048123030307 എന്ന നമ്പറുകളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം. ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ സർക്കാരിന്റെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി എത്തുന്ന രോഗികൾക്ക് ആശുപത്രിയിലും കാരുണ്യ ഫാർമസിയിലും ലഭ്യമല്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനായി 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വിതരണക്കാരിൽ നിന്നും ദർഗാസ് ക്ഷണിച്ചു. ദർഗാസുകൾ ഓഗസ്റ്റ് 6-ന് ഉച്ച കഴിഞ്ഞ് 3 വരെ സ്വീകരിക്കും. ഓഗസ്റ്റ് 7-ന് രാവിലെ 11-ന് തുറക്കും. വിശദവിവരങ്ങൾക്ക് ഫോൺ 0481240239. കെൽട്രോണിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ജേർണലിസം 2024-25 ബാച്ചിലേക്ക് ഓഗസ്റ്റ് 12 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം കെൽട്രോൺ നോളജ് സെന്ററിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത്. പത്രം, ടെലിവിഷൻ, സോഷ്യൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ അധിഷ്ഠിതമായ ജേർണലിസം, മൊബൈൽ ജേർണലിസം, ആങ്കറിംഗ്, ന്യൂസ് ക്യാമറ, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനം ലഭിക്കും. പഠനത്തോടൊപ്പം മാധ്യമ സ്ഥാപനങ്ങളിൽ നിബന്ധനകൾക്ക് വിധേയമായി ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം ലഭിക്കുന്നതാണ്. വിവരങ്ങൾക്ക് ഫോൺ 9544958182. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാടിനായി കൈകോർത്ത് കോട്ടയവും. സംഭരണ കേന്ദ്രം കോട്ടയം ബസേലിയസ് കോളേജിൽ തുടങ്ങി. അവശ്യവസ്തുക്കളെല്ലാം വാങ്ങി നൽകാം. ഏറ്റുമാനൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പ്. കോട്ടയത്ത് ജനാധിപത്യ സഹകരണ മുന്നണിയുടെ കൺവെൻഷൻ. സഹകരണ മേഖലയെ തകർക്കുന്ന ഇടത് യൂണിയൻ നയം മനസ്സിലാക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. മുൻ ആഭ്യന്തരമന്ത്രി PT ചാക്കോയുടെ ഓർമ്മകൾക്ക് 60 വയസ്സ്. കോട്ടയത്ത് അനുസ്മരണം.
ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.